അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസ് ലോകത്തിലെ ഏറ്റവും ഭീകരമായ യുദ്ധമൈതാനങ്ങളിലൊന്ന്. 2021 അമേരിക്കൻ പിന്മാറ്റത്തിൻ്റെ അപമാനകരമായ ഓർമ്മകൾ ഇപ്പോഴും അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് US സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കുകയും ബാഗ്രാം താവളം താലിബാനിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്യണമെന്നുള്ള പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. താലിബാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരു ഇഞ്ച് ഭൂമിയും വിദേശികൾക്ക് നൽകില്ല എന്നതാണ് താലിബാന്റെ നിലപാട്. ഇവിടെ ബാഗ്രാമിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ കാബൂളിൽ നിന്ന് വെറും 60 കിലോമീറ്റർ വടക്ക് പാർച്ചിൻ താഴ്വരയിലെ ഈ താവളം അഫ്ഗാനിസ്ഥാനിൻ്റെ യുദ്ധചരിത്രത്തിൻ്റെ ഒരു ഹൃദയം എന്നൊക്കെ പറയാം. 1950കളിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായാണ് ഈ എയർബേസിൻ്റെ നിർമ്മാണത്തിന് സഹായം നൽകുന്നത്. 1979 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം ആരംഭിക്കുമ്പോൾ ബാഗ്രാം സോവിയറ്റ് റെഡ് ആർമിയുടെ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബായിരുന്നു. 10 വർഷത്തെ ക്രൂരമായ പോരാട്ടത്തിന് ശേഷം 1989 സോവിയറ്റ് പിൻവലിയുന്നത് ഈ താവളത്തിൻ്റെ തകർച്ചയോടെ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അന്ന് മുജാഹിദീനുകൾക്ക് ഇത് വലിയൊരു വിജയമായിരുന്നു. പിന്നീട് ചരിത്രം ആവർത്തിക്കുകയാണ്. 2001 9/11 ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ സൈന്യം താലിബാനെ അട്ടിമറിക്കാൻ അഫ്ഗാനിലെത്തി. ബാഗ്രാം തകർന്ന നിലയിൽ കിടന്നത് പിടിച്ചെടുത്ത് ഒരു 20 വർഷത്തിനിടെ US $20 ബില്യൺ ചെലവഴിച്ച് ഇതിനെ ലോക ക്ലാസ് സൈനിക താവളമാക്കി മാറ്റി. 2 റൺവേകൾ, വിശാലമായ ഹാങ്കറുകൾ, അത്യാധുനിക റഡാർ സിസ്റ്റങ്ങൾ പോലും ഒരു ബ്രിഗ് ജനറൽ ലെവൽ കമാൻഡ് സെൻ്ററാക്കി ഇത് മാറ്റി. 10,000-ലധികം അമേരിക്കൻ സൈനികർ ഇവിടെ എപ്പോഴും സജീവമായിരുന്നു. ജോർജ് W. ബുഷും ബരാക് ഒബാമയും ഡൊണാൾഡ് ട്രംപും തന്നെ ഈ താവളം സന്ദർശിച്ചിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ പിന്തുടരാനുള്ള ഓപ്പറേഷനുകളും ഡ്രോൺ ആക്രമണങ്ങളും ഇവിടെ നിന്ന് നടന്നു. കുപ്രസിദ്ധമായ ബാഗ്രാമിലെ ബ്ലാക്ക് സൈറ്റ് തടങ്കൽ കേന്ദ്രം US-ൻ്റെ ടോർച്ചർ സ്കാൻഡലുകളുടെ സൈറ്റായ ഗുണ്ടോമാനയുടെ മിനി വെർഷനെ പോലെ ഇവിടെയും ഉണ്ടായിരുന്നു. 2021 ഓഗസ്റ്റ് 15 താലിബാൻ കാബൂളിലേക്ക് ഇരിച്ചു കയറിയപ്പോൾ US സൈന്യം ഒറ്റ രാത്രി കൊണ്ട് ബാഗ്രാം ഉപേക്ഷിച്ചു. ഹെലികോപ്റ്ററുകളിൽ ഓടി ഒളിക്കുന്നതിൻ്റെ വീഡിയോകൾ ഇപ്പോഴും സജീവമാണ്. പിന്നീട് കണ്ടെത്തിയ ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ സൈനിക ഉപകരണങ്ങൾ അവിടെ US ഉപേക്ഷിച്ചിട്ട് മടങ്ങുകയായിരുന്നു. ഇത് അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനമായിരുന്നു. ട്രംപ് ഇപ്പോൾ പറയുന്നത്, ഞാൻ തിരിച്ചു വരും, അത് തിരുത്തും. ഇത് വെറും വാഗ്ദാനമല്ല, ഒരു ഭൗമരാഷ്ട്രീയ കരുവിന്റെ തുടക്കമാണെന്നാണ്. ട്രംപിന്റെ ഈ ലക്ഷ്യത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ചൈനയാണ് പ്രധാന ടാർഗറ്റ്. ബാഗ്രാം ചൈനയുടെ സിംഗിയാങ് പ്രവിശ്യയിലെ ലോപ്നോർ ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വെറും 1 മണിക്കൂർ യാത്ര ദൂരത്താണ്, ഏകദേശം 800 കിലോമീറ്റർ. ചൈനയുടെ രഹസ്യ ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്കടുത്തുള്ള ഈ സൈനിക താവളം US-ന് ഫസ്റ്റ് സ്ട്രൈക്ക് ഓപ്ഷൻ നൽകും. ട്രംപ് റാലികളിൽ പലപ്പോഴും പറയുന്നത്, ചൈനയുടെ ആണവ ഭീഷണി നമ്മുടെ വാതിലിൽ എത്തി നിൽക്കുന്നു, ബാഗ്രാം നമ്മുടെ ഷീൽഡാണ്, ഇത് വെറും ഭീഷണിയല്ല. US ഉദ്യോഗസ്ഥർ താലിബാനുമായി രഹസ്യ ചർച്ചകൾ ആരംഭിച്ചെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ US 5,000-10,000 സൈനികരെ തിരിച്ചയക്കാനാണ് പദ്ധതിയിടുന്നത്. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം ഇന്തോ പസഫിക് താരസമത്വത്തിലൂടെ ചൈനയെ ചുറ്റിപ്പിടിക്കലാണ്. ചൈനയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും ബഹുമാനിക്കണം. US-ന്റെ തിരിച്ചുവരവ് പ്രാദേശിക സ്ഥിരതയെ തകർക്കും. ചൈന അഫ്ഗാനിസ്ഥാനുമായി അടുപ്പം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. 2023 $3 ബില്യൺ ഖനിജ അധികാര കരാറുകൾ ഒപ്പിട്ടു. അഫ്ഗാന്റെ കോപ്പർ ലിഥിയം റിസോഴ്സുകൾ ഏകീകരിക്കാൻ വേണ്ടിയാണ് ഈ കരാർ. US തിരിച്ചുവരാൻ അനുവദിച്ചാൽ ചൈന താലിബാനെ സമ്മർദ്ദിക്കും. ഖനൻ അനുമതികൾ റദ്ദാക്കി, വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അംഗീകാര പ്രക്രിയയെ തടസ്സപ്പെടുത്തും. റഷ്യ, ഇറാൻ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി US-നെ എതിർക്കും. റഷ്യയുടെ വടക്ക്, ഇറാന്റെ പടിഞ്ഞാറ്, പാകിസ്ഥാന്റെ തെക്ക് ബാഗ്രാം ഈ സൈലന്റ് എൻക്ലേവുകളെല്ലാം നിരീക്ഷിക്കാൻ US-നെ അനുവദിക്കും. പക്ഷേ അതൊരു പൊടിപൊട്ടൽ ട്രിഗറായി മാറും. ഇപ്പോൾ പ്രായോഗിക വെല്ലുവിളിയാണ് നോക്കുന്നതെങ്കിൽ ബാഗ്രാം തിരിച്ചു പിടിക്കാൻ US-ന് 15,000-ലധികം സൈനികർ വേണം. പാട്രിയറ്റ് മിസൈൽ സിസ്റ്റങ്ങൾ, MQ-9 റീപ്പർ ഡ്രോണുകൾ എന്നിവയ്ക്ക് ആവശ്യമാണ്. ചെലവ് $50 ബില്യൺ അധികമായേക്കാം. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ISIS, K, അൽ-ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾ നല്ല രീതിയിൽ സജീവവുമാണ്. 2024 തന്നെ ISIS Kയുടെ ആക്രമണങ്ങൾ 20% വർദ്ധിച്ചത്. ഏതൊരു വിദേശ ഔട്ട്പോസ്റ്റും ടാർഗറ്റ് ആകും. താലിബാൻ ഭരണകൂടം US-ന്റെ ഈ ആവശ്യത്തെ വിദേശാധിപത്യത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് വിളിച്ച് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സോവിയറ്റിനെയും അമേരിക്കയും പരാജയപ്പെടുത്തി, വീണ്ടും ചെയ്യും. കാബൂളിന് ബാഗ്രാം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. 2 സൂപ്പർ പവറുകളെയും അതിജീവിച്ച ഒരു കോട്ടയാണത്. എന്തു തന്നെയായാലും വിദഗ്ധർ പറയുന്നത്, ഇത് US-ന്റെ ഇന്തോ പസഫിക് സ്ട്രാറ്റജിയെ ദുർബലപ്പെടുത്തുമെന്നും ചൈനയെ റഷ്യയോട് അടുപ്പിക്കുമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ ബാഗ്രാം സ്വപ്നം ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഒരു ഭൗമരാഷ്ട്രീയ ബോംബാണ്. പക്ഷെ അത് പൊട്ടിയാൽ പ്രാദേശിക യുദ്ധത്തിനാണ് കാരണമാകുക. താലിബാൻ, ചൈന, റഷ്യ എന്നിവരുടെ ഒറ്റക്കെട്ട് എതിർപ്പ് US-നെ പിന്നോട്ട് തള്ളാനാണ് സാധ്യതയെന്ന് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.